നമുക്കൊപ്പം ചേരുന്നു അച്യുതൻ. അച്യുതൻ ആറ്റിലേക്ക് അച്യുത ചാടല്ലേ 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 അച്യുതൻ അല്ലെങ്കിലും ചാടും. പറയാ അച്യുതൻ. അച്ഛൻ മനസ്സിലാക്കി പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്തായാലും ഇന്ത്യ ഗേറ്റിന് മുൻപിൽ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധ നിയന്ത്രണങ്ങളോടും കൂടിയുള്ള ഒരു ആഘോഷം തന്നെയാണ് ഡൽഹിയിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ഒരു തരത്തിലും ആഘോഷം അതിര് വിട്ടു പോകുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഇന്ത്യ ഗേറ്റിന് അകത്തേക്ക് നിലവിൽ പ്രവേശനമൊന്നുമില്ല. പൂർണ്ണമായും പോലീസ് ബാരിക്കേഡുകൾ നിരത്തി ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിന് പുറത്ത് ഈ ആളുകൾക്ക് ഒത്തുകൂടാനും ആഘോഷിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണം പോലീസ് ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളടക്കമുള്ള പല കർശന നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ആഘോഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോട്ടവും ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള നടത്തിപ്പും അത് പോലീസും ഇടപെട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വലിയ തരത്തിൽ ആഘോഷിക്കാൻ തന്നെയാണ് ഡൽഹിയും ഒരുങ്ങുന്നത്. നമ്മുടെ മറ്റ് ഇടങ്ങളിലെ പോലുള്ള ഒരു ആഘോഷങ്ങളില്ലെങ്കിൽ കൂടിയും എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് ഈ 2024 കടക്കുമ്പോൾ ആ ഒരു നിമിഷത്തെ അത് ജീവിതത്തിലെ ഒരു ഓർമ്മയെ ഒപ്പം കൂട്ടാനുള്ള രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയായിരിക്കും ഒത്തുചേരലിലൂടെ ഈ ഡൽഹിയിൽ പൊതുവെ ജനങ്ങൾ ആഘോഷിക്കുക. കഴിഞ്ഞ കാലങ്ങളിലായിരുന്നാലും അത്തരമൊരു പ്രവണതയാണ് ഡൽഹിയിൽ സ്വാഭാവികമായും കണ്ടുവരുന്നത്. കാരണം ഈ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പൊതുവെ ഈ ഒത്തുകൂടിക്കൊണ്ട് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഒക്കെ തന്നെ ഈ ആഘോഷങ്ങൾ പങ്കിടുന്നത്. എന്തായാലും ഈ കൊണോട്ട് പ്ലേസ് കഴിഞ്ഞാൽ അടുത്ത ഈ ആളുകൾ ഒത്തുചേരുന്ന ഒരിടമാണ് ഈ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് പരിസരം എന്ന് പറയുന്നത്. അപ്പൊ അച്യുത താങ്ക് യു. അപ്പൊ ആഷ്മി എന്താ പറഞ്ഞ അച്യുതൻ കേരള അല്ലേ? ആറ്റിലേക്ക് ചാടല്ലേ ചാടല്ലേ.